വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ എന്റെ അവസ്ഥ കണ്ടില്ലേ? എന്റെ ടേബിളിൽ ഒരു പ്രത്യേകത ഉണ്ട്. അതും എന്ത് വെച്ചാലും കുറച്ചിറങ്ങി നോക്കി കഴിഞ്ഞാൽ പിന്നെ ആ സംഭവം കാണേയില്ല. അപ്പോൾ ഞാൻ ബുക്കൊക്കെ ഒതുക്കി തന്നെ വെക്കാറ്. പക്ഷെ കുറച്ചേരം കഴിഞ്ഞ് ഞാൻ വീണ്ടും അത് പഴയ പോലെ തന്നെയാവും. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയില് ഞാൻ എന്റെ ബുക്സ് ഒക്കെ ഒതുക്കി വെക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഞാൻ സംഭവം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ബുക്ക് കാണാണ്ട് അവിടെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് ഇതുപോലെ ഒരു ബോക്സ് ആണ്. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഈ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, ഈ പീസ് മാത്രം കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ആക്രിലിക് പെയിന്റ് വെച്ചിട്ട് പെയിന്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ ഫുള്ള് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചേരം ഉണങ്ങാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് വേറൊരു സംഭവം കട്ട് ചെയ്തെടുക്കാണ്ട് അത് ചെയ്യാം. നമുക്ക് ഇതേപോലെ ഒരു കാർഡ്ബോർഡ് പീസ് വേണം. എന്നിട്ട് അതിൽ ബുക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ചെയ്യണ പോലെ ബുക്ക് അത് TO എന്നുള്ളത് ഒരുമിച്ച് എഴുതിയിട്ട് അത് വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വെട്ടിക്കോളോ. കൈ മുറിയാണ്ട് സൂക്ഷിച്ച് വെട്ടിയെടുക്കുക. എൻ്റെ കൈ മുറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറയണേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെട്ടിയെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ എല്ലാം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. BO എന്നുള്ളത് ഞാൻ പറഞ്ഞു ഒരുമിച്ച് വെട്ടാൻ. അതേപോലെ OK എന്നുള്ളത് ഒരുമിച്ച് വെട്ടണ്ട. അത് ഞാൻ വെട്ടിയപ്പോൾ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ വെട്ടുമ്പോൾ ഒരുമിച്ച് വെട്ടിക്കോളൂ. അല്ലെങ്കിൽ പൊട്ടി പോകുന്നതിനും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഒട്ടിച്ച് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതേപോലെ ചെറിയ പീസസ് വേണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ ഞാൻ ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടുള്ള ഇങ്ങനത്തെ പീസോളാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതുപോലെ നമ്മൾ 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ അതിൽ ചെയ്തേക്കണേൽ BO എന്നുള്ള 2 ചെയ്തിട്ടില്ലേ? ഇതെന്തിനാന്ന് വെച്ചാൽ ഒരു 3D എഫക്റ്റ് പോലെ വെക്കാനാണ്. അപ്പോൾ BO എന്നുള്ളതും 2 വേണം, OK എന്നുള്ളതും 2 വേണം. ഇനി നമുക്ക് ഇതേപോലത്തെ ഗ്ലിറ്റർ ഷീറ്റ്സ് ആണ് വേണ്ടത്. അത് ഈ BO എന്നുള്ളതില്ലേ അത് ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ പോലത്തെയാണ് ഈ ഗ്ലിറ്റർ ഷീറ്റ്സ്. അപ്പോൾ നമുക്ക് ഈ തുമ്പത്ത് ഇങ്ങനെ പറയ്ക്കാൻ കിട്ടില്ല. പക്ഷേ ഇത്തിരി പാടുണ്ടെന്നാലും സിമ്പിളായിട്ട് കണ്ടാൽ നമുക്ക് ഒട്ടിക്കാൻ നല്ല എളുപ്പമാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ചിട്ട് ബാക്കി വരുന്ന ആ പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പം നമ്മുടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 3D എഫക്റ്റ് പോലെ, അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കണേ. അതെടുത്തിട്ട് നമ്മൾ നേരത്തെ 2 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് വെച്ച പീസോളില്ലേ അതിങ്ങനെ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഇതെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കണമെന്നില്ല, സാധാരണ ഫെവിക്കോൾ വെച്ചിട്ട് അതിൽ ഒട്ടും. ഇപ്പം നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇതേപോലെ മറ്റേതും അതുപോലെ തന്നെ ചെയ്യാം. ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോക്സില്ലേ അതിൻ്റെ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ബുക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണാണ്ടാവും, പിന്നെ തപ്പിയെടുക്കാനൊക്കെ ഭയങ്കര പാടില്ല. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തപ്പിയെടുക്കാമല്ലോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.